നമ്മുടെ ഈ ജനറേഷനിലെ ഫിലിം മേക്കേഴ്സിന് ലൈക്ക് പ്രിയൻ സാറൊക്കെ മോർ ദാൻ 100 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേഷനിലുള്ളൊരു ഫിലിം മേക്കറിന് ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ദാറ്റ് നമ്പർ ഓഫ് ഫിലിംസ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 10-15 സിനിമകൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ 15 സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അപ്പോൾ ആസ് ഫോർ മൈ കരിയർ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, എൻ്റെ ഏതാണ്ട് പകുതി തീർന്നു 8 വർഷം എന്ന് പറയുമ്പോൾ. പക്ഷേ ഈവൻ ദാറ്റ് സെഡ് ഐ ഫീൽ ഭയങ്കര ഒരു ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ദിവസം ഇതുവരെ, ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ഷൂട്ട് ടിൽ ദിസ് പോയിന്റ് വേർ ദ ഫിലിം ഇസ് ഇൻ ദ ഫൈനൽ സ്റ്റേജസ്. ഇറ്റ്സ് എ വെരി ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ഈ 8 years വെയിറ്റ് ചെയ്തത് ഐ ഫീൽ ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ്സ് വർത്ത് ദ വെയിറ്റ് എന്ന് ഫീൽ ചെയ്യുന്നു. 8 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഡോം എന്നാണ് ഡൊമിനിക്കിനെ കുറേ പേര് ഇവിടെ വിളിക്കുന്നത് കേട്ടു. അപ്പോൾ ഡോം തന്നെ ഞാൻ വിളിക്കാം, കുഴപ്പമില്ല അല്ലേ? സോ ഡോം 8 വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത സിനിമ ആണ് ഇത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 വർഷത്തിലൊരിക്കൽ ചാപ്റ്റർ 1 ശേഷം 2, 3, 4 വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പ്ലാനിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ഇവരുടെയൊക്കെ മുഖത്തെ ചിരി കാണുമ്പോൾ അറിയാം നസ്ലിനും കല്യാണമൊക്കെ ചിരിക്കുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, 8 years ഞാൻ ഇതുമായിട്ടിരിക്കുകയല്ലായിരുന്നു. ഐ വാസ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ്. പക്ഷേ പാൻ ഔട്ട് ആയത് ഇതാണ്. ഇത് ഇനീഷ്യലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജിൽ ഇറ്റ് വാസ് എ വെരി സ്മോൾ ഫിലിം, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു ഐഡിയ ആണ്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു ഐഡിയ ആണ്. പിന്നെയാണ് പയ്യെ ടീം വലുതായപ്പോൾ ഇറ്റ് ഗ്രൂ ഇൻ ടു എ ബിഗർ ഫിലിം. അപ്പം അങ്ങനെ ഒരു ബിഗ് ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മുടെ വിഷൻ ഷെയർ ചെയ്യുന്നൊരു പ്രൊഡ്യൂസർ വേണം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേണം. അപ്പോൾ താങ്ക്ഫുള്ളി DQ ആൻഡ് ജോം ഹാവ് ബീൻ ദാറ്റ് ബിഗ് സപ്പോർട്ട് ഫോർ അസ് ടു മേക്ക് ദിസ് ഫിലിം ലൈക്ക് ദിസ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രൂ ആണ്. ഇത് ഞാൻ പറയുന്നത് ഇതൊരു, നിങ്ങളിപ്പോൾ ഇതിനെ സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ പറയുമെങ്കിലും ഇറ്റ്സ് ആക്ച്വലി വി ആർ ആക്ച്വലി ഇൻവൈറ്റിംഗ് യു ഇൻ ടു എ ന്യൂ വേൾഡ്. അപ്പോൾ ആ വേൾഡിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സായിട്ട് റിവീൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു എ ന്യൂ വേൾഡ് വേ യു ഗോയിങ് ടു മീറ്റ് എ ന്യൂ ഒരു ഷാഡോ വേൾഡിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ക്യാരക്ടറെയാണ് നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇറ്റ്സ് എ സൂപ്പർ ഹീറോ ഫിലിം. ആ ജോണർ സൂപ്പർ ഹീറോ ആണ്, പക്ഷേ ഇറ്റ്സ് എ ഫാൻറ്റസി ഫിലിം, ഇറ്റ്സ് എ വേൾഡ് ബിൽഡിംഗ് ഫിലിം. ടെക്നിക്കൽ സൈഡ് പോകുമ്പോൾ ഗംഭീരമായ ഒരു ടെക്നിക്കൽ ലൈനപ്പ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ആർട്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാനാണ് ചെയ്തിരിക്കുന്നത്, സൗണ്ട് രാജാകൃഷ്ണൻ ഉണ്ട്, ഇവിടെ ജെയ്ക്സ് ഉണ്ട്, പിന്നെ ലൈക്ക് ജവാനും ലൈക്ക് പഠാനും ഒക്കെ ചെയ്ത യാനിക് അല്ലേ. അപ്പോൾ ഒരു ടെക്നിക്കൽ ക്രൂവിനെ പറ്റി കൂടെ പറയാം. എല്ലാവർക്കും കൂടെ എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ടെക്നിക്കൽ ഈ സിനിമ ഇത്രയും എക്സ്പെർട്ടീസ് ഉള്ളൊരു ടെക്നിക്കൽ ടീമില്ലാതെ നടക്കില്ല. അപ്പോൾ അതിന് ഇപ്പം ഞാൻ ആദ്യം കഥ പറയുന്നത് നിമിഷിനോടാണ്. നിമിഷിനെ പോലൊരു DOP ഈ സിനിമയ്ക്ക് മസ്റ്റാണ്. ബട്ട് നിമിഷ് ഇസ് നോട്ട് ജസ്റ്റ് എ DOP ഇൻ ദിസ് ഫിലിം, നിമിഷ് ഇസ് മോർ ദാൻ ദാറ്റ്. അപ്പം അതിപ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാം. അതേപോലെ ഈ വിഷനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് നിമിഷം ചിന്തിക്കുന്നത് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഇപ്പം ഇറ്റ് വാസ് ഈസിയർ ഫോർ അസ് ടു ബിൽഡ് എ ടീം അറൗണ്ട് അസ്. അപ്പോൾ അങ്ങനെയാണ് ബംഗ്ലാൻ വരുന്നതും ജിത്തു വരുന്നതും ജെയ്ക്സ് വരുന്നതും. ദിസ് ടീം ഇസ് ഈ ടീം ആണ് ഇതിൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദെൻ ദി ആക്ടേഴ്സ് കം ഇൻ. ഓക്കെ, അതുപോലെ തന്നെ ഇതിലൊരു ടാഗ്ലൈൻ ഉണ്ടായിരുന്നു, ദേ ഓൾ ലീവ്. നമ്മുടെ കൂടെയൊക്കെ തന്നെ ഉള്ളവരാണ് ഇതിനകത്തെ ഈ ലോകത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ അല്ലേ, അതിനകത്തൊരു ടാഗ്ലൈൻ കുറച്ച് ക്ലാരിറ്റി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് ഇല്ല, അത് സിനിമ കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ്. അതിനകത്ത് വലിയ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. അതേ ലിവ് അമംഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തെ പരിപാടി. അത് ഐ തിങ്ക് യു ഷുഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഫിലിം. Well, thank you so much, Dom. Wish you all the best.